നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിക്ക് ഏതാണ്ട് 100 കിലോമീറ്റർ അകലെയുള്ള കാൻ ജിയോ എന്ന ചെറിയ നഗരത്തിലേക്കാണ്. ആ നഗരത്തിലേക്ക് ഒരു ഫെറിയിലും ബസ്സിലും കയറിയുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹോച്ചിമിൻ സിറ്റിയിലെ ബെൻതാൻ മാർക്കറ്റിൽ നിന്നും ഒരു ബസ് കയറി ബിൻഖാൻ ഫെറിയിലേക്കാണ് എൻ്റെ ഇപ്പോഴത്തെ യാത്ര. ഏതാണ്ട് 1.5 മണിക്കൂർ സമയമെടുക്കുന്ന ഈ യാത്രയിൽ വിയറ്റ്നാമിലെ ഉൾനാട്ടിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഇന്ത്യൻ കറൻസിയിൽ ഏതാണ്ട് 20 രൂപയോളം വരുന്ന 6000 ഡോങ് ആണ് ടിക്കറ്റ് ചാർജ്. അമ്പരചുംബികളായ ധാരാളം വലിയ കെട്ടിടങ്ങളുടെ അരികുപറ്റിയാണ് നമ്മുടെ യാത്ര. നഗരം വിട്ട് കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോഴേക്കും തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിലേക്ക് ഞങ്ങളുടെ ബസ് കടന്നു. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്ന ഈ ബസ്സുകളിൽ എയർ കണ്ടീഷനിങ്ങും ഫ്രീ ആയിട്ടുള്ള വൈഫൈയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂർ സഞ്ചരിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. ബസ് സ്റ്റോപ്പിൽ നിന്നും ഏതാണ്ട് 2 മിനിറ്റ് നടന്നാൽ നമുക്ക് ബെൻഖാൻ ഫെറിയിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് എത്താം. അവിടെ നിന്ന് എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഫെറിയുടെ ബോർഡിംഗ് പോയിന്റിലേക്ക് നടന്നു. നമ്മൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ കാണുന്ന പോലെ ആളുകൾ മാത്രമല്ല, വാഹനങ്ങളും ബൈക്കുകളും എല്ലാം ഈ ഫെറിയിലൂടെ മറുകരയെത്താൻ വേണ്ടി വരുന്നുണ്ട്. വിയറ്റ്നാമിന്റെയും കംബോഡിയയുടെയും ഒക്കെ ജീവൻ നാഡിയായ മിക്കോം നദിയുടെ കൈവഴികളിലൊന്നായ സോയ് റാപ്പ് നദിയുടെ കുറുകെയാണ് ഈ ഫെറി ഉള്ളത്. കാൽനടക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഫെറിയുടെ മുകൾ വശത്താണ്. താഴെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 15 മിനിറ്റ് സമയമെടുക്കും നമുക്ക് ഈ നദി ക്രോസ് ചെയ്യാൻ. നദി ക്രോസ് ചെയ്തിട്ട് അടുത്തുള്ള വില്ലേജിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ലോക്കൽ ബസ് പിടിച്ചിട്ട് പിന്നെയും കുറെ ഉള്ളോട്ട് പോകും. അവിടെ നിന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെന്നാണ് പ്ലാൻ. ഇതും ഈ യാത്രയിലെ വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. സാധാരണ ഹോച്ചിമിൻ സിറ്റിയിലെ കുറെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ മടങ്ങുകയാണ് ചെയ്യാറ്. പക്ഷേ ഈ മുമ്പ് നടത്തിയ ബസ് യാത്രയും ഈ ഫെറിയിലൂടെയുള്ള യാത്രയൊക്കെ ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആണ്. സോയ് റാപ്പ് എന്നാണ് ഈ നദിയുടെ പേര്. മിക്കോങ് നദി പല കൈവഴികളായി പിരിഞ്ഞ് ഒഴുകുന്നുണ്ട്. അതിലൊരു കൈവഴിയാണ് സോയ് റാപ്പ് എന്ന ഈ നദി. ധാരാളം തിരക്കുള്ള ഒരു ജലപാതയാണിത്. ഫെറികൾ അങ്ങനെ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്. നമ്മുടെ ഫെറി അങ്ങനെ തീരത്തോട് അടുക്കുകയാണ്. ചോ ബിൻ കഹാനിലോട്ടാണ് ഈ ഫെറി വന്നെടുക്കുന്നത്. ഇവിടുന്ന് ബസ് നമ്പർ 90 കിട്ടുവാണെങ്കിൽ അതിൽ കയറിയിട്ട് നമുക്ക് ഇവിടുത്തെ വില്ലേജിലോട്ടൊക്കെ പോകാമെന്നാണ് ഞാൻ വായിച്ചത്. ബസ് കാണട്ടെ. അതെ, ഒരു ബസ് അവിടെ കിടപ്പുണ്ട്. അങ്ങ് ദൂരെ ഒരു നീല നിറമുള്ള ബസ് കിടപ്പുണ്ട്. മിക്കവാറും ആ ബസ്സിലായിരിക്കും നമ്മുടെ ഇനിയുള്ള യാത്ര. നല്ല തിരക്കുള്ള ഒരു ഫെറി ആയിരുന്നു ഇത്. ധാരാളം വാഹനങ്ങളും ബൈക്കുകളും ഒക്കെ ഈ ഫെറിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എക്സിറ്റ് ഗേറ്റ് തുറന്നു കഴിഞ്ഞപ്പോൾ കാൽനട യാത്രക്കാർ ഓരോന്നായി പുറത്തു വന്നു. അതിനുശേഷം മാത്രമേ വാഹനങ്ങൾക്ക് പുറത്തു വരുവാനുള്ള അവകാശമുള്ളൂ. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവുകയാണ്. ചോ ബിൻ കഹ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഫെറി ഇറങ്ങി ഇങ്ങനെ ആദ്യം ആൾക്കാർ ഇറങ്ങി വരുന്നു. പിന്നീടാണ് വണ്ടികളെയൊക്കെ ഇറക്കി വിടുന്നത്. കണ്ടല്ലേ, കടൽ പോലെ കിടക്കുന്ന നദിയാണിത്. കാൻ ജിയോ സിറ്റിയിലേക്കുള്ള ബസ് ഇത് അവിടെ സ്റ്റോപ്പിൽ കിടക്കുന്നു തോന്നുന്നു. ബസ് നമ്പർ 90 ആണ് നമുക്ക് പിടിക്കേണ്ടത്.
ഇല്ല, ചെറിയ മൃഗങ്ങളെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടുത്തെ മണ്ണിൽ അത് ഉണ്ടാക്കി തരും. കണ്ടില്ലേ? വളരെ വൈവിധ്യമുള്ള വിയറ്റ്നാം ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഭക്ഷ്യവസ്തുവാണ് പോർക്ക്. പോർക്കില്ലാതെ ഒരു ഭക്ഷണവും പൂർത്തിയാകുന്നില്ല എന്നാണ് വിയറ്റ്നാംകാർ പറയുന്നത്. ഫെറി കടന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ബസ് നമ്പർ 90 റെഡിയായി കിടപ്പുണ്ടായിരുന്നു. കറുത്ത പാൻസും ഓറഞ്ച് കരകളുള്ള വെളുത്ത ഷർട്ടും ധരിച്ച ഒരു സ്ത്രീയായിരുന്നു ഞങ്ങളുടെ ബസ്സിലെ കണ്ടക്ടർ. പട്ടണ പ്രദേശങ്ങളിൽ ഓടുന്ന മിക്കവാറും എല്ലാ ബസ്സുകളിലും AC-യും വൈഫൈ സംവിധാനവുമുണ്ട്. ഫെറിയിൽ നിന്നും ഏതാണ്ട് 20 രൂപ ടിക്കറ്റ് ചാർജ് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷനായ കാൻ ജിയോയിലെത്താം. ഞങ്ങൾക്ക് പോകേണ്ട കാൻ ജിയോ സ്റ്റേഷനെ പറ്റി കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഞങ്ങൾ കണ്ടക്ടറെ പറഞ്ഞ് മനസ്സിലാക്കിയത്. വിയറ്റ്നാമിൽ ഭാഷ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ പലപ്പോഴും വിയറ്റ്നാമിന്റെ പല ഭാഗത്തും വഴിതെറ്റി അലയേണ്ട അവസ്ഥ വന്നേനെ. ഒട്ടും തിരക്കില്ലാത്ത റോഡിലൂടെ സാമാന്യം നല്ല സ്പീഡിലാണ് ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത്. വണ്ടിയുടെ ഇരുവശവും കണ്ടൽ കാടുകളും പുഴകളുമൊക്കെയാണ്. എയർ കണ്ടീഷനിങ്ങും വൈഫൈയും ഒക്കെയുള്ള ഈ ബസ്സിലും ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. കണ്ടക്ടറും യാത്രക്കാരിൽ ചിലരുമൊക്കെ ഇപ്പോഴും മാസ്ക് വെച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്ന റോഡിന്റെ രണ്ടു വശവും ഇടതൂർന്ന കാടുകളാണ്. ഞങ്ങളുടെ ബസ് ഒരുമാതിരി നല്ല സ്പീഡിൽ തന്നെ ഈ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനമായ കാൻ ജിയോ പട്ടണത്തിന്റെ അടുത്ത് തന്നെ ഒരു ഫിഷിംഗ് വില്ലേജും പിന്നെ മാംഗ്രോവും മങ്കി ഐലൻഡും ഒക്കെ ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനമായ കാൻ ജിയോ പട്ടണത്തിന്റെ അടുത്ത് തന്നെ ഒരു മുക്കുവ ഗ്രാമവും കണ്ടൽ കാടുകളും ഒക്കെ നിറഞ്ഞ പ്രദേശങ്ങളുണ്ട്. സമയം അധികമില്ലാത്തതുകൊണ്ട് കാൻ ജിയോ ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വരാനാണ് ഞങ്ങളുടെ പ്ലാൻ. പുഴകളും കാടുകളും ഒക്കെ കടന്നാണ് നമ്മുടെ യാത്ര. നല്ല വൃത്തിയും വെടുപ്പുമുള്ള പാതയിലൂടെയാണ് നമ്മുടെ ബസ് യാത്ര. പല സ്ഥലങ്ങളും കാണുമ്പോൾ ഇത് കേരളം തന്നെയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. തികച്ചും തിരക്ക് കുറഞ്ഞ ഈ വഴികളിലൂടെ വെറുതെ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ ചെറിയ 1-2 പട്ടണങ്ങളെയൊക്കെ പിന്നിട്ട് ഞങ്ങൾ കാൻ ജിയോ ടൗണിലേക്ക് എത്താറായി. കാൻ ജിയോ എന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. തികച്ചൊരു ചെറിയൊരു ഗ്രാമപ്രദേശം, എന്നാൽ അത്ര ഗ്രാമവും അല്ലതാനും ചെറിയൊരു സിറ്റിയാണ്. അപ്പം ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിക്കണം. നല്ല വൃത്തിയുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്, കൊച്ചൊരു ബസ് സ്റ്റാൻഡ്. പക്ഷെ നല്ല വൃത്തിയായിട്ടാണ് വണ്ടികളൊക്കെ കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ബസ്സുകൾ തലങ്ങും വിലങ്ങും ഒന്നും ഇട്ടിട്ടില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡും നല്ലൊരു ഗ്രാമപ്രദേശം. അപ്പം ഇവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. ഫെറി കയറി തിരിച്ച് പിന്നെയും ബസ് നമ്പർ 20 പിടിച്ചിട്ട് ഹോട്ടലിലേക്ക് മടങ്ങുന്നതായിരിക്കും. നല്ലൊരു കാഴ്ചാനുഭവമാണ് ഇത്. ഇങ്ങനെ സാൻ ജിയോയിലൂടെ സീ ഫുഡ് കിട്ടുന്ന കടതിരക്ക് കണക്കെയാണ്. വേറെ ഫുഡ് കണ്ടു. ഇവിടെ പന്നി മാംസം ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. പന്നി മാംസമാണ് ഇവിടെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത്.
ഒരു സ്ത്രീ ഒന്ന് ഇങ്ങനെ മുരിക്കുന്നു. നമ്മളെ കണ്ടിട്ട് മൈൻഡൊന്നുമില്ല, നമ്മൾ വാങ്ങിക്കാനുള്ള ലക്ഷം കാണുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും. ഞങ്ങളിവിടെ കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് നോക്കി നടക്കുകയാണ്. അന്നേരമാണ് ഈ കാഴ്ച കാണുന്നത്. നല്ല താറാവുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വലിയ താറാവാണ്. അത് ഇങ്ങനെ കരിയിലാണ് നിൽക്കുന്നത്. കൽക്കരിയിൽ അതിങ്ങനെ ചൂടുകൊണ്ട് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ നല്ലൊരു കാഴ്ചയാണ്. കാൻ ജിയോ ടൗണിന്റെ പ്രാന്തപ്രദേശത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ ഏതോ ഗ്രാമത്തിലെത്തിയ ഒരു പ്രതീതി. വഴിവക്കിലെങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമന്ന കൊടികളും വിയറ്റ്നാമിന്റെ ദേശീയ പതാകകളും സ്ഥാപിച്ചിരിക്കുന്നു. സാൻ ജിയോയുടെ വഴിയോരത്തോടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ പഴംപൊരി പോലെ ഉള്ള ഒരു പലഹാരം ഉണ്ടാക്കി വിൽക്കുന്ന ഈ കട കണ്ടത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പളയം തോടൻ പോലെയുള്ള ചെറിയൊരു പഴം എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് പൊതിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ഷീറ്റ് മുകളിൽ വെച്ചിട്ട് നീളത്തിൽ അത് പരത്തുന്നു. എന്നിട്ട് അരിമാവ് പോലുള്ള ഒരു മാവിൽ മുക്കി എണ്ണയിൽ അത് വറുത്തെടുക്കുന്നു. എണ്ണയിൽ മുക്കി വറുത്ത് കോരുന്ന ഈ പഴംപൊരിയെ ഒരു 2-3 ആവർത്തി ഈ മാവിൽ മുക്കി വറുത്തെടുത്തിട്ടാണ് അത് കഴിക്കാനുള്ള പരുവത്തിലാക്കുന്നത്. 2-3 ആവർത്തി വറുത്ത് കോരുമ്പോഴേക്കും ഇത് നല്ല സ്വർണ്ണ നിറമുള്ള ഒരു പലഹാരമായിട്ട് മാറുന്നു. താങ്ക് യു. വിയറ്റ്നാമീസ് ബനാന ഫ്രൈ, നമ്മുടെ ഏത്തയ്ക്കാപ്പം പോലത്തെ സാധനം ഒന്നുകൂടെ വാങ്ങിച്ചു. നല്ല രുചിയുണ്ട് കഴിക്കാൻ. ഇത്ര ഡിഫറെൻ്റ് ആയിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് എനിക്കൊന്നും ഇവരെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. ഒരു ചെറിയ കായാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കദളിപ്പഴം പോലും അത്രയും പോലും വഴുപ്പില്ലാത്ത ചെറിയൊരു പഴം. അത് പരത്തിയിട്ട് 4-5 വട്ടം മാവിൽ മുക്കി ഫ്രൈ ചെയ്താണ്. നല്ല രുചിയുണ്ട് കഴിക്കാൻ. അപ്പം വിയറ്റ്നാമിൽ വരുമ്പോൾ ഒരിക്കലും മറക്കാതെ കഴിക്കേണ്ട ഒരു ഡിഷാണ് ഈ വിയറ്റ്നാമീസ് ബനാന ഫ്രൈ. സാങ് ജിയോയുടെ റോഡിൻ്റെ ഒരു സൈഡിൽ ഒരു ചക്ക ഇങ്ങനെ നിറച്ച് കാഴ്ച വയ്ക്കുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന ചക്കയുടെ അത്രയും വലുപ്പമില്ല, പക്ഷെ നിറച്ചും കാഴ്ച വയ്ക്കുന്ന ചക്കകൾ കാണാൻ തന്നെ നല്ല രസമുണ്ട്. കണ്ടില്ലേ, ഇന്നലെ ഞങ്ങൾ ചക്കപ്പഴം കഴിച്ചിരുന്നു. നല്ല മധുരമായിരുന്നു ഇന്നലെ കിട്ടിയ ചക്കപ്പഴത്തിന്. കറിയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ചക്കപ്പഴം. നമ്മുടെ വിയറ്റ്നാം ഏർലി പോലത്തെ ചക്കയായിരിക്കും ഒരു പക്ഷേ ഇതും. റോഡ് സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെ വിയറ്റ്നാമീസ് ബ്രെഡായ ബാൻമി ഉണ്ടാക്കുന്ന ഒരു ബേക്കറിൽ നിന്നും ബാൻമി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കച്ചവടക്കാരൻ. കാൻ ജിയോ ടൗണിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു കഫേ ഉണ്ടെന്നും അവിടെ ഒരു പക്ഷേ സീ ഫുഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്നും ഒരു ഗ്രാമീണൻ പറഞ്ഞു. അത് കേട്ടിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. കോഫി ഷോപ്പിൽ കയറി ചോദിച്ചപ്പോൾ അവിടെ കോഫിയും സ്നാക്സും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. നിരാശരായി ഞങ്ങൾ കാൻ ജിയോ ടൗണിലേക്ക് മടങ്ങി. ആഹാരം കിട്ടാതെ നിരാശരായി കാൻ ജിയോ ടൗണിലേക്ക് മടങ്ങുമ്പോഴാണ് വഴിവക്കത്ത് ഒരു മീൻകാരി ഇരുന്ന് മീൻ വൃത്തിയാക്കുന്നു. മൊബൈലിലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ഇവരോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങിയ സ്ഥലത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിക്കാൻ അവർ പറഞ്ഞു. വിയറ്റ്നാമിലെ പല കാഴ്ചകളും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാടിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇവിടെ വഴിവക്കത്ത് വേറൊരു ഭക്ഷണശാല.
നമ്മളെ കണ്ടുണ്ട് കക്ഷി ഇങ്ങനെ വിളിച്ചു പറയാണ് ഇവിടെ വന്ന് കഴിക്കാൻ. കക്ഷി കഴിക്കുന്നത് റൈസ് ഉണ്ട്, അതിൻ്റെ കൂടെ നൂഡിൽസ്, പിന്നെ പന്നിയിറച്ചി. കക്ഷി ലോട്ടറി വിൽപ്പക്കാരനാണ്, നമ്മുടെ നാട്ടിലെ കൂട്ട് ലോട്ടറി വിൽപ്പനക്കാരനാണ്. അങ്ങനെ കുറേയേറെ നേരത്തെ അലച്ചിലിന് ശേഷം നമ്മുടെ മത്സ്യ വിൽപ്പനക്കാരി പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഞങ്ങളെത്തി. സമയം ഏതാണ്ട് 3 മണിയോടെ അടുത്തിരിക്കുന്നു. ആഹാരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ച് ടൗണിലേക്ക് മടങ്ങേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ ആഹാരമാകാമെന്ന് തീരുമാനിച്ചു. വിയറ്റ്നാമീസ് ഭക്ഷണത്തിന് മുമ്പേ വരുന്നത് ഈ ഐസിട്ട് തണുപ്പിച്ച ചായ വെള്ളമാണ്. വെറും ചായയുടെ വെള്ളം, മധുരം ഒട്ടുമില്ല. ഇതാ നമ്മുടെ ഫുഡ് വന്നു കഴിഞ്ഞു. റൈസും മീൻ കറിയുമാണ്. ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. നല്ല വലുപ്പമുള്ള മീനാണ്. 130 രൂപയാണ് ഇത്രയും സാധനങ്ങൾക്കുള്ള വില. മീൻ കറിയാ, ഫ്രൈ. ഇതാ വലിയൊരു മീൻ കഷ്ണം, പിന്നെ ഈ സ്റ്റിക്കി റൈസ്, അതിൻ്റെ കൂടെ സലാഡ്, പിന്നെ കിംജി പോലത്തെ ഒരു സാധനവും. കിംജി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ക്യാബേജിൻ്റെ അച്ചരട്ട ക്യാബേജ്. പിന്നെ കുറച്ച് ഇതാ ഈ വെള്ളവും. എന്തെല്ലാം കഴിക്കാൻ പോവുകയാണ്. സീ ഫുഡ് ഇറക്കി കിടന്നിട്ട് നിങ്ങൾക്ക് സീ ഫുഡ് കിട്ടിയില്ല. എന്തായാലും റിവർ ഫിഷ് തന്നെ, ഇവിടെ ധാരാളമുള്ള റിവർ ഫിഷ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി പറയാം. കേട്ട് കയറി മീനെടുത്തിട്ട്, വെന്ത മീനാണ്. അതെ, അത് സോസ്, ഇച്ചിരി സോസ് എടുത്ത് ഇതാ ചോറിൻ്റെ അകത്തോട്ട് മുക്കി. ഓ, പക്ഷേ നല്ല രുചിയുണ്ട് കേട്ടോ. ചെറിയ മധുരമുണ്ട്, വലിയ എരിയില്ല. നല്ല ടേസ്റ്റുള്ള മത്സ്യവും പിന്നെ ഈ റൈസും നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ്. ഫസ്റ്റ് ബൈറ്റിൽ നല്ല ടേസ്റ്റ് വന്നു കഴിഞ്ഞു. സോ വെരി ഗുഡ്. കാൻ ജിയോ പട്ടണത്തിൽ നിന്നും ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിവെക്കിൽ കണ്ട ഒരു അമ്പലത്തിൽ ഞങ്ങൾ കയറി. കാവോ ഡായി എന്ന മതവിഭാഗത്തിൻ്റെ അമ്പലമാണിത്. 1920കളിൽ സ്ഥാപിതമായ ഈ മതവിഭാഗത്തിന് ധാരാളം ഫോളോവേഴ്സ് വിയറ്റ്നാമിലുണ്ട്. ദേവീദേവന്മാർക്കായി സമർപ്പിച്ചിട്ടുള്ള ഈ അൾത്താരയുടെ മുന്നിൽ ഒരു താലത്തിൽ വിയറ്റ്നാമിൽ ധാരാളമായി കിട്ടുന്ന ഫലവർഗ്ഗങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അമ്പലത്തിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ കുറേ നേരം അമ്പലത്തിന്റെ പരിസരത്ത് ചിലവഴിച്ചു. അങ്ങനെ കാഴ്ചകൾ കണ്ടു നിന്നപ്പോഴാണ് വെളുത്ത ചുരിദാർ പോലെയുള്ള ഒരു നീണ്ട വസ്ത്രം ധരിച്ച് ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ, അവർ പുരോഹിതയാണെന്ന് തോന്നുന്നു, ഈ അമ്പലത്തിൽ പൂജകളൊക്കെ നടത്തി തുടങ്ങിയത്. അതും കുറേ നേരം കണ്ടിട്ട് ഞങ്ങൾ തിരികെ മടങ്ങാൻ തീരുമാനിച്ചു. ഈ അമ്പലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അമ്പലത്തിലും പരിസരത്തും കുറേ സമയം ചെലവഴിച്ചിട്ട് ഞങ്ങൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അമ്പലത്തിന് പുറത്തിറങ്ങി. അടുത്ത ഫെറിയിൽ കയറി തിരിച്ച് ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് അവിടെ നിന്നും ഞങ്ങൾ താമസിക്കുന്ന ഹോച്ചിമിൻ സിറ്റിയിലെ ഹോട്ടലിലെത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്.